హలో ఫ్రెండ్స్, వెల్కమ్ బ్యాక్ టు మై ఛానల్ ద లేడీ బాస్. నేను మీ మౌనిక. సో ఈరోజు వీడియో వచ్చేసి రిక్వెస్టెడ్ వీడియో, మోస్ట్ రిక్వెస్టెడ్ వీడియో. మన సబ్స్క్రైబర్స్ చాలా మంది రిక్వెస్ట్ చేసిన వీడియో. సో ఏంటి అంటే మన మెగాస్టార్ మమ్ముట్టి సార్ గారు యాక్ట్ చేసిన మాస్టర్ పీస్. సో ఈ మూవీ నుంచి ఒక మాస్ ఫైట్ సీన్కి వీడియో రియాక్షన్ చేయమని చెప్పేసి మన సబ్స్క్రైబర్స్ రిక్వెస్ట్ చేశారు. సో అందుకనే ఈరోజు ఈ వీడియో చేస్తున్నా. సో మాస్టర్ పీస్ వచ్చేసి 2017లో రిలీజ్ అయిన మాస్టర్ మలయాళం ఫిలిం. సో ఇది వచ్చేసి యాక్షన్ థ్రిల్లర్ ఫిలిం అనమాట. సూపర్ యాక్షన్, మన మమ్ముట్టి సార్ గారు మైండ్ బ్లోయింగ్ పర్ఫార్మెన్స్. సో ఈరోజు వీడియో స్టార్ట్ చేసే ముందు యాజ్ యూజువల్గా ఒక చిన్న రిక్వెస్ట్. మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ సబ్స్క్రైబ్ చేసుకోండి, పక్కనే ఉన్న బెల్ ఐకాన్ కూడా యాక్టివేట్ చేసేయండి. సో ఇప్పుడైతే ఇంకా లేట్ చేయకుండా మాస్టర్ పీస్ మలయాళం ఫిలిం నుంచి ఒక మాస్ ఫైట్ సీన్కి వీడియో రియాక్షన్ చూసేద్దాం. సో వితౌట్ ఎనీ ఫర్దర్ డిలే లెట్స్ గెట్ ఇన్ టు ద వీడియో. Good morning. Edward Livingston. Just joined as an associate professor in your department. Hi, I am Krishna. Hi, I am Rajesh Menon. Kurian Thomas. Sure. Hello. May I know your good name? Smita. Nice name. What do you teach here? പുതിയ സാർ വന്ന വഴി എന്റെ നെഞ്ചിലേക്കാണല്ലോ. History of literature. Modern history. Yes. ഹലോ ഓ, നെക്സ്റ്റ് അവറിന് ക്ലാസ് ഉണ്ടല്ലേ? ഇന്ന് ക്ലാസ് നടക്കുമെന്ന് തോന്നുന്നില്ല, പിള്ളേരാകെ അടഞ്ഞിരിക്കുക. ഉള്ളവരെ പരിചയപ്പെടാൻ ബാക്കിയുള്ളവരൊക്കെ വരുമ്പോൾ കാണാം. പുതിയ സാറിനെ പരിചയപ്പെട്ടല്ലോ. ആളിത്തിരി പെശകാണ്, സൂക്ഷിച്ചോണം. ഒന്ന് പോ സാറേ. ഹീസ് എ ജെന്റിൽമാൻ. ജെന്റിൽമാൻ സഹ അധ്യാപകനെ കുത്തിയ കേസിലെ പ്രതിയാ. എന്തിനാ സാർ കുത്തിയത്? ഒരു സ്റ്റുഡന്റിനെ പീഡിപ്പിച്ചത്. ആ കേസ് വെറുതെ വിട്ടു. നോ എവിഡൻസ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. I am Edward Livingston. You are no English professor. എന്ത് ലിവിങ്സ്റ്റൺ? Edward Livingston. കണ്ടിട്ട് തേവള്ളി പറമ്പ് ജോസഫ് അലക്സിനെ പോലെ ഉണ്ടല്ലോ. Silence. 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 ഓ പിന്നെ ഞങ്ങളങ്ങ് പേടിച്ചു. എന്താ മോന്റെ പേര്? റോഷൻ. റോഷൻ ചെറിയാൻ. മോനെ, ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ? മനസ്സിലാടാ. സർക്കാർ കോളേജ് ആയതുകൊണ്ടും ഫീസ് കൊടുക്കാത്തതുകൊണ്ടും ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് കൂടിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. എൻ്റെ ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിക്കാം എന്നൊന്നും ഞാൻ പറയില്ല. എന്റെ പെർമിഷൻ ഇല്ലാതെ ഒറ്റ ഒരുത്തനെ എന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവില്ല. സിറ്റ് ഡൗൺ. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. സിൻസ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്ലാസ്, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. വിച്ച് വാസ് ദ ലാംഗ്വേജ് പ്രിവാലന്റ് ഇൻ ഇംഗ്ലണ്ട് ബിഫോർ 600 AD? Any one of you can give me an answer. The language spoken in English territory before 500 AD was called Celtic. ഈ കോളേജിലെ ഏറ്റവും വലിയ അലമ്പന്മാരുടെ ക്ലാസ്സാ ഇന്ന് നിശബ്ദമായത്. ആർട്സ് ഗ്രൂപ്പിൽ ഇടിവെട്ട് പ്രൊഫസർ വന്നിരിക്കുന്നു, അങ്ങനെ ഒരു സംസാരം ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. HOD ചെറിയാൻ സാറാണെങ്കിലും മാഷാണ് ഇപ്പോൾ ഞങ്ങളുടെ ലീഡർ.
പടയാളികളിൽ കുഴപ്പക്കാരായവരെ വീര്യം പകർന്നു കൊടുത്ത് മുൻനിരയിൽ നിർത്തുന്ന ഒരു രീതി പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നു. ശത്രുക്കൾ ആദ്യം കൊയ്യുന്നത് അവരുടെ തലയായിരിക്കും. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെ ചാർജ് സാറിനാണല്ലോ. അപ്പോൾ ഒരു റൂം അലോട്ട് ചെയ്തിരുന്നെങ്കിൽ. എപ്പോഴേ അനുവദിച്ച് കഴിഞ്ഞു. താങ്ക് യു സാർ. സാരി നന്നായിട്ടുണ്ട്. സാരിയുടെ ഭംഗി അണിയുന്നവരുടെ ഭംഗിയുടെ ചേർത്താണ് കേട്ടോ. ഇതുണ്ടോ? ഐ റെസ്പെക്ട് വിമൻ. താങ്ക്സ്. മിസ്റ്റർ പിയോൺ. ആളിത്തിരി പഞ്ചാരയല്ലേ? പ്രിയപ്പെട്ടവരെ, ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ മരണത്തിൽ പോലീസിന് അതിയായ ഖേദമുണ്ട്. ആ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പറയട്ടെ, യഥാർത്ഥ ഘാതകൻ ശിക്ഷിക്കപ്പെടണം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണം. റോഷൻ ചെറിയാനെ വിട്ടു തരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. സാർ, ഞാൻ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ല. എങ്കിലും ചോദിക്കാം, നിങ്ങൾ റിയൽ ഫൈറ്റേഴ്സിൻ്റെ മെമ്പർ ആയിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ. റോഷനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം മറക്കുന്നത് ശരിയാണോ? സാർ, ഒരു സംശയം കൂടി. നിരപരാധിയായ ഉണ്ണികൃഷ്ണനെ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സംഭവിച്ച ഉണ്ണികൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് പോലീസിന് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത്? നീതിക്ക് വേണ്ടി നെഞ്ചുരുകി കഴിയുന്ന ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബാലൻ മാസ്റ്റർ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ പോലീസുകാർ ആ അച്ഛൻ എന്ത് മറുപടി കൊടുക്കും? അത് ഉണ്ണികൃഷ്ണൻ വേദിക വധക്കേസിൽ പ്രതിയായിരുന്നു. മറുപടിയില്ല. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്? ഇപ്പോൾ എന്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റോഷൻ ചെറിയാനെ വിട്ടുതരേണ്ടത്? വിശദമായി ചോദ്യം ചെയ്താലേ സോളിഡ് എവിഡൻസുകൾ കണ്ടെത്താൻ പറ്റും. സംശയത്തിന്റെ പേരിൽ പോലീസിന് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ആരാണ് സാറേ ഈ പലര്? റോഷൻ ചെറിയാൻ, ബിനു, ദീപൻ, ആഷിഖ്, പിന്നെ മഹേഷ് രാമൻ, ഗോകുൽദാസ്, ജിത്തു, ലാലു, സമീർ. കേട്ടില്ലേ? പോലീസിന്റെ ലിസ്റ്റിൽ റിയൽ ഫൈറ്റേഴ്സ് എന്നോ റോയൽ വാരിയേഴ്സോ എന്നുള്ള വേർതിരിവില്ല. സർ, പോലീസിന്റെ സംശയ നിവാരണത്തിന് നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള പട്ടികയിലെ വിദ്യാർത്ഥികളെ വിട്ടുതരണമെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടി വരും. പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതും കൊല്ലപ്പെട്ടതും ഈ ക്യാമ്പസിൽ വെച്ചല്ല എന്നുള്ളത് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാണ്. അപ്പൊ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതാ ആര്, എങ്ങനെ? പോലീസ് ഡോഗിന്റെ പരിശോധനയിൽ മനസ്സിലായത് ബോഡി മതിലിന് മുകളിലൂടെ വലിച്ചെറിയുകയായിരുന്നു എന്നാണ്. സാർ, ആ മതിലിന്റെ ഉയരം എത്ര എന്നറിയും? 7 അടി. കൃത്യം 27 മീറ്റർ വടക്കോട്ട് മാറി ഈ കോളേജിലേക്ക് ഒരു ഷോർട്ട് കട്ട്. മതിലണിഞ്ഞ് വീണതാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരാനും പോകാനും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വഴിയുള്ളപ്പോൾ എന്തിനാണ് സാർ സാഹസപ്പെട്ട് പ്രതി 7 അടി ഉയരമുള്ള മതിലൂടെ ബോഡി താഴേക്ക് ഇട്ടത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കുറ്റവാളി ക്യാമ്പസിനകത്തല്ല, പുറത്താണ്. ഇത് താങ്കളുടെ മാത്രം സംശയമാണ്. ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൾക്കെതിരാണ്. Sorry, sir. Without ample evidence or a court order, we cannot hand over the students. Okay. I will submit this report to the CM. Thank you. Mr. Edward Livingston. പക്ഷെ ക്യാമ്പസിന് പുറത്ത് ഈ സുരക്ഷാ കവചം തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. Madam, please do not underestimate us. താങ്ക് യു എഡി. നിങ്ങൾ രക്ഷിച്ചത് എൻ്റെ മകനെ മാത്രമല്ല, 34 കൊല്ലത്തെ എൻ്റെ അധ്യാപക ജീവിതത്തെ കൂടിയാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് സർ. മണിയാ, എന്താണാവോ? 2 ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് വിത്തിൻ 1 അവർ തന്റെ ക്യാൻറ്റീനിൽ ഉണ്ടാവണം. കേരളത്തിലെ പ്രധാനപ്പെട്ട പല സർക്കാർ കോളേജുകളിലും അധ്യാപകനായിട്ട് ജോലി നോക്കിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അവിടെ കാണാത്തൊരു പ്രതിഭാസമാണ് ഇവിടെ. വിദ്യാർത്ഥികൾ ചേരിതിരിയുക, ഗ്രൂപ്പ് തിരിയുക. നിങ്ങൾ 2 ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ. അതുകൊണ്ട് ഇനി മേലിൽ ഇവിടെ റോയൽ വാരിയേഴ്സും ഇല്ല, റിയൽ ഫൈറ്റേഴ്സും ഇല്ല.
സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻസ് ഗ്രൂപ്പ്. వావ్, సూపర్ మాస్ ఫైట్ సీన్. సో యాక్చువల్గా ఈ మూవీ వచ్చి కూడా 5 years అవుతుంది. 2017లో ఈ మూవీ రిలీజ్ అయింది. యాక్షన్ థ్రిల్లర్ మూవీ. సో మై గాడ్, వాట్ ఏ ఫైట్ మమ్ముట్టి సార్, రియల్లీ సూపర్ ఫైట్ సీన్. సో నాకైతే సూపర్గా నచ్చింది ఈ మూవీ నుంచి ఈ సీన్. సో హోప్ మీ అందరికీ కూడా ఈరోజు వీడియో రియాక్షన్ నచ్చిందని అనుకుంటున్నాను. ఈ వీడియో నచ్చితే ఖచ్చితంగా వీడియోని లైక్ చేయండి. సో ఇంకా ఎవరైనా మీలో సబ్స్క్రైబ్ చేసుకోకుండా ఉన్నట్లయితే వెంటనే మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి. సో నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం ఫ్రెండ్స్. అంతవరకు టేక్ కేర్, బాయ్.